ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി ഞങ്ങൾ കൂട്ടായും ഒറ്റയ്ക്കും ശ്രീ ജാനുവായും ശ്രീ ഗീതാനന്ദനുമായും ഈ സമരം ഒത്തുതീർപ്പിലെത്തിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ നടക്കുകയായിരുന്നുണ്ടായിരുന്നത്. സമരം ആരംഭിച്ചതിന് ശേഷം 4 പ്രാവശ്യം ഞങ്ങൾ ചർച്ചകൾ നടത്തി. ചർച്ചകൾ എല്ലാം തന്നെ പ്രോഗ്രസ് ചെയ്തുവെങ്കിലും ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് കൊണ്ട് ആ സമരം നീണ്ടുപോകുകയായിരുന്നു. പക്ഷേ ഇത് അവസാനിപ്പിക്കണം എന്നുള്ള വ്യക്തമായ ഒരു ആഗ്രഹത്തോടെ തുടർച്ചയായി ഉള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി ശ്രീ എ.പി. അനിൽകുമാർ, പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കുമാരി ജയലക്ഷ്മി, വനം വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ തുടർച്ചയായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇന്നത്തെ ക്യാബിനറ്റിൽ വെച്ച് അംഗീകരിച്ച കാര്യം സമര നേതാക്കളുമായി ഞങ്ങൾ ചർച്ച ചെയ്തു. അവര് തൃപ്തികരം. പക്ഷേ സമരം സംബന്ധിച്ചുള്ള തീരുമാനം അവർക്ക് സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ച് നാളെ ആയിരിക്കും എടുക്കുക. ഇതിനകത്ത് ഒന്നാമതായിട്ടുള്ള കാര്യം, കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും അനുമതി നൽകിയ നിക്ഷിപ്ത വനഭൂമി 7693 ഹെക്ടർ വനഭൂമി പതിച്ചു നൽകാൻ വിജ്ഞാപനം ചെയ്യും. വനാവകാശം കൊടുത്തതിന്റെ പേരിലും പട്ടികവർഗക്കാർ അല്ലാത്തവർ കൈയേറിയതിന്റെ പേരിലും ആദിവാസികൾക്ക് കുറവ് വന്ന ഭൂമി കൂട്ടിച്ചേർക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് നൽകും. വനാവകാശത്തിന്റെ പേര് കിട്ടിയിട്ടുള്ളത് മറ്റു രീതിയിൽ കിട്ടിയ ഭൂമിയായിട്ട് കരുതാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതുപോലെ തന്നെ ആദിവാസികളല്ലാത്ത അവര് കയ്യേറിയിട്ടുള്ള ഭൂമിക്കും പകരം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ സംസ്ഥാന ഗവൺമെന്റ് ആ ആവശ്യം ഉന്നയിക്കുന്നതായിരിക്കും. കേരളത്തിന്റെ ആദിവാസി ഊരുഭൂമി പട്ടികവർഗ മേഖലയിൽ ഉൾപ്പെടുത്തി പെസ നിയമം നടപ്പാക്കാൻ ഇന്നത്തെ മന്ത്രിസഭ തീരുമാനമെടുത്തു. നേരത്തെ തന്നെ ക്യാബിനറ്റ് ഈ കാര്യം ചർച്ച ചെയ്തു. ഇൻ പ്രിൻസിപ്പൽ അത് അംഗീകരിച്ചു. അതിനുശേഷം ക്യാബിനറ്റ് എന്നെ ചുമതലപ്പെടുത്തി. കാരണം അതിനകത്ത് ഏതെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ വരുത്തുക എന്നുള്ളതോടുകൂടി വരുത്തി. ഏതായിരുന്നാലും ഇന്നത്തെ ക്യാബിനറ്റില് ആ നിയമം അത് നടപ്പിലാക്കാനായിട്ട് അത് പാസ്സാക്കാൻ തീരുമാനിച്ചു. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, നമ്മളാണ് ആദ്യമായിട്ട് ഇത് ഈ ഏരിയകളെല്ലാം വരുത്തി വന്നിട്ടുള്ള നിയമം കൊണ്ടുവരാൻ. നമുക്ക് അതായത് ഏതാണ്ട് 40% കൂടുതൽ വരുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒരു പ്രത്യേക പഞ്ചായത്തായിട്ട്, ലളിതമായിട്ട് പറഞ്ഞാൽ അവരുടെ മാത്രം ഒരു പഞ്ചായത്ത് കൂട്ടമായി എടുക്കാനാണ് പറയുന്നത്. പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശ്രീ ഗീതാനന്ദനും ജാനുമായി സംസാരിച്ചതിന് അടിസ്ഥാനം അത്തരം കാര്യങ്ങൾ 40% കൂടുതൽ വരിക എന്ന് പറയുമ്പോൾ തിരുനെല്ലി പഞ്ചായത്ത്, നൂൽപ്പുഴ പഞ്ചായത്തൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതുകൊണ്ട് 100% എന്ന് പറയാവുന്ന രീതിയിൽ ആദിവാസികളുള്ള ഇടമലക്കുടി, ആറളം തുടങ്ങിയവ ആദ്യഘട്ടമായിട്ട് ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ആദിവാസി ഊരുകളും ഇതിനകത്ത് കൊണ്ടുവരും. അപ്പോൾ അവരുടേതായ ഒരു പഞ്ചായത്ത് ഭൂമി പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ അവിടുത്തെ ആ ഭരണസമിതി അറിയാതെ അവിടുത്തെ ഭൂമിയുടെ ക്രയവിക്രയം മറ്റു കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് പലപ്പോഴും ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് പലതുകൊണ്ട്. പക്ഷേ ഈ രീതിയിൽ ഈ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ലഭ്യമാകുന്ന ഭൂമി പൂർണ്ണമായും അവരിൽ തന്നെ നിലനിൽക്കുവാനും അവരുടെ ഭരണപരമായ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന നിയമമാണ് മുത്തങ്ങയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ആദിവാസികളുടെ പുനരധിവാസ പദ്ധതിയാണ്. അത് 447 കുടുംബങ്ങളാണ്. അവർക്ക് ഓരോ ഏക്കർ വീതം ഭൂമി, വീട് വെക്കാൻ 447 കുടുംബങ്ങൾക്കും 2.5 ലക്ഷം രൂപ വീതം. പിന്നെ അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ജയിലിൽ പോയ കുട്ടികളുണ്ട്, അവർക്ക് സഹായം വേണം എന്നുള്ളതായിരുന്നു. ഇപ്പം തന്നെ നിയമസഹായം കൊടുക്കുന്നുണ്ട്. ഇപ്പം അവർക്ക് ഓരോ ലക്ഷം രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചു. ഗവൺമെന്റിന്റെ കയ്യിലുള്ള കണക്കനുസരിച്ച് 44ആണ്. അതിൽ കൂടുതലുണ്ടെന്നാണ് ഇപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നത്. കൂടുതലുണ്ടെങ്കിൽ ആ കൂടുതൽ പേർക്ക് അത് കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് നാശനഷ്ടം വന്നിട്ടുള്ളവർക്ക് അതിന്റെ നഷ്ടപരിഹാരം ഇതിലായിട്ട് വരും. കേസ് ഉള്ളത് പിൻവലിച്ചു കഴിഞ്ഞു. പിന്നെ ഒന്ന് ആറളം ഫാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആറളം ഫാമിൽ ഇപ്പം ആദിവാസികൾക്ക് ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ട്. പകുതി ഏരിയ ഫാമായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. അപ്പം ഭൂമി പതിച്ച് നൽകിയിട്ടുള്ളവരുടെ പല പ്രശ്നങ്ങളും
ഇവര് ഉന്നയിച്ചിട്ടുണ്ട്. ഫാമിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഇവർക്ക് വ്യക്തമായ ചില അഭിപ്രായങ്ങൾ ഉണ്ട്. അത് ഞങ്ങൾ പരിശോധിച്ചു. ന്യായമായ കാര്യങ്ങളാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. അതിന്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് അവിടെ പോയി പരിശോധിച്ച് തീരുമാനങ്ങൾ നേരിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പട്ടികവർഗ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. അവര് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഈ ആറളം ഫാമിൽ പൈനാപ്പിൾ കൃഷി നിരോധിക്കണമെന്നുള്ളതാണ്. അതിന് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ടിനും അകത്തും ന്യായമുണ്ട്. ഒന്ന്, പൈനാപ്പിൾ കൃഷി കോൺട്രാക്ട് വ്യവസ്ഥ വന്ന ആളുകൾ വന്ന് കൃഷി ചെയ്യുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന കീടനാശിനിയും അതിൻ്റെതായ പ്രശ്നങ്ങളും ആ ഫാമിൽ താമസിക്കുന്നവർക്ക് പല വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒന്ന്. രണ്ട്, ഈ പൈനാപ്പിൾ ഉള്ളത് കൊണ്ടാണ് ആനയുടെ ശല്യം. കീടനാശിനി ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ ഈ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വരാനും കൂടുതൽ അക്രമം നടത്താനും ഇടയാകുന്ന സാഹചര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ചും ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഇനി ഒരു കാരണവശാലും കൊടുക്കില്ല. കൊടുത്തത് തന്നെ എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആദിവാസി പുനരധിവാസ മിഷൻ TRDM പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അട്ടപ്പാടി ഊരുകളിൽ നിന്ന് ലഭിക്കുന്ന പരമ്പരാഗത കൃഷിക്കുള്ള പ്രോജക്റ്റുകൾ അതിന് പ്രത്യേകമായ പ്രോത്സാഹനം നൽകും. ITDP അനുയോജ്യമായ മറ്റ് നിർവഹണ ഏജൻസികൾ മുഖേന നടപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യും. വേഡർ സമുദായത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാക്കേജ് നടപ്പിലാക്കും. ശ്രീമതി മേധാ പട്കർ വന്നു. അവര് സമരക്കാരെ കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരെയും കണ്ടു. അവര് 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്രശ്നം തീർക്കുന്നതിന് അവരുടെ ഒരു പങ്കാളിത്തവും ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സമരം അവസാനിപ്പിക്കണം എന്ന് ശ്രീമതി ജാനുവിനോടും ശ്രീ ഗീതാനന്ദനോടും അഭ്യർത്ഥിച്ചു. അവരുടെ സമീപനം പോസിറ്റീവാണ്. അവരുടെ മറ്റ് ആൾക്കാരുമായിട്ട് ആലോചിച്ച് നാളെ രാവിലെ തീരുമാനം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോജക്റ്റ് ഫാമുകളിൽ താമസിക്കുന്ന പട്ടികവർഗ കുടുംബങ്ങൾക്ക് 2006 വനാവകാശ നിയമം അനുസരിച്ച് നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി കൈവശ രേഖ നൽകുന്നതാണ്. ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡയറക്ടറായിട്ട് ഇപ്പോഴത്തെ ജോയിന്റ് ഡയറക്ടറെ ശ്രീ T. ബാസിയെ നിയമിക്കാൻ തീരുമാനിച്ചു. GCDA മാതാ അമൃതാനന്ദമയി മഠവുമായി ചേർന്ന് നടത്തുന്ന അമൃത കുടീരം ഭവന പദ്ധതി അതിലെ 124 ഗുണഭോക്താക്കൾക്ക് രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകൾ ഒഴിവാക്കി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു.